എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ ഒരു മിന്നും താരമായിരുന്നു സൗന്ദര്യ എന്ന് പറയുന്ന നടി. കന്നഡയിലൂടെയാണ് അവർ അവരുടെ കരിയർ ആരംഭിച്ചത്. അതിനുശേഷം ബോളിവുഡിലടക്കം അവരുടെ സാന്നിധ്യം അറിയിച്ച ഒരു നടിയാണ്. ഇപ്പോൾ വീണ്ടും മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അവർ വാർത്തകളിൽ നിറയുകയാണ്. കാരണം അവരുടെ മരണം ഒരു കൊലപാതകമാണെന്നാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ ഒരു മിന്നും താരമായിരുന്നു സൗന്ദര്യ എന്ന് പറയുന്ന നടി. കന്നഡയിലൂടെയാണ് അവർ അവരുടെ സിനിമാ ജീവിതം ആരംഭിച്ചത്. അതിനുശേഷം ബോളിവുഡിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലും അവരുടേതായ 2 സിനിമകൾ വന്നിട്ടുണ്ട്. ഒന്ന് കിള്ളിച്ചുണ്ടൻ മാമ്പഴം, പ്രിയദർശന്റെ, മോഹൻലാൽ നായകനായത്. അതിൽ മോഹൻലാലിന്റെ നായികയായിട്ട് അവർ വന്നിട്ടുണ്ട്. അതിനുശേഷം സത്യനന്ദിക്കാടിന്റെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന സിനിമയിൽ ജയറാമിന്റെ നായികയായിട്ടും അവർ വന്നിട്ടുണ്ട്. അപ്പൊ അഭിനയിച്ച ഭാഷകളിലെല്ലാം അവർ ഒരു സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടാണ് വന്നിട്ട് അതിൽ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ട് കയ്യടി നേടാനായിട്ട് സൗന്ദര്യക്ക് സാധിച്ചിട്ടുണ്ട്. തൻ്റെ സിനിമാ ജീവിതത്തിന്റെ ആ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അവരുടെ മരണം അവരെ കവർന്നെടുത്തത്. അപ്പോൾ ആ സംഭവം വേദനയോടെയാണ് ആ സമയത്ത് സിനിമാ ലോകം നേരിട്ടത്. ഇവരുടെ പേര് പോലെ തന്നെ സൗന്ദര്യത്തിന്റെ ഒരു പൂർണ്ണതയായിരുന്നു സൗന്ദര്യം. നല്ല അഭിനയവും നല്ല ഭംഗിയുള്ള ഒരു നടി തന്നെയായിരുന്നു ഇവർ. 22 വർഷത്തോളമായി അവർ ഏകദേശം മരണപ്പെട്ടിട്ട്. പക്ഷെ അവർ ആ സമയത്ത് മരണപ്പെട്ടില്ല ഇരുന്നെങ്കിൽ ഇന്നവർ ഇന്ത്യൻ സിനിമയിൽ നല്ലൊരു നായികയായി നിറഞ്ഞു നിന്നേനെ. 1976 ജൂലൈ 18 ഇവരുടെ ജനനം. സൗമ്യ സത്യനാരായണ എന്നായിരുന്നു യഥാർത്ഥ പേര്. സിനിമയിലേക്ക് എത്തിയതോടാണ് സൗന്ദര്യ എന്ന പേര് സ്വീകരിച്ചത്. കന്നഡയിലൂടെ ആണ് അവർ സിനിമാ ജീവിതം ആരംഭിച്ചത്. പിന്നീട് തെലുങ്ക്, തമിഴ് അവിടെ എല്ലാം അഭിനയിച്ചു. മുൻനിര നായികയായി അവർ പടിപടിയായി വളർന്നു വന്നു. അതിനുശേഷം അവർ തെലുങ്ക് സിനിമയിൽ സജീവമായിരുന്നു. അതിനുശേഷം മലയാളം അടക്കമുള്ള ഭാഷകളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ. അതിനുശേഷം അമിതാഭ് ബച്ചന്റെ നായികയായി ബോളിവുഡിലും എത്തി. 2004 ആ വിമാനാപകടത്തിൽ അവർ മരിക്കുന്നത്. ആ സമയത്ത് അവർക്ക് ഏകദേശം 30 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം അവരുടെ സിനിമാ ജീവിതം അഭിനയം 12 വർഷത്തോളം നീണ്ടു നിന്നു. അവർ സിനിമയിൽ ആ സമയത്ത് 100-ലധികം സിനിമകളിൽ വേഷമിടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. തെലുങ്ക് സിനിമയിലെ ഒരു നിത്യഹരിത നായിക എന്നാണ് ആരാധകർ സൗന്ദര്യയെ ഓർമ്മിച്ചിരുന്നത്. അക്കാലത്തെ എല്ലാ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിക്കാനുള്ള അവസരവും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും സൗന്ദര്യക്ക് അതിനോടകം ലഭിച്ചിരുന്നു. 3 തവണ നന്ദി പുരസ്കാരങ്ങളും 2 തവണ കർണാടക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അവർ നേടി. 2004 ഏകദേശം കൃത്യമായി പറയുകയാണ് 2004 ഏപ്രിൽ 17 ബാംഗ്ലൂരിന് സമീപമുണ്ടായ ഒരു വിമാനാപകടത്തിലാണ് അവരെ മരണം കവർന്നെടുക്കുന്നത്. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ആ സമയത്ത് നടി. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനായിരുന്നു സൗന്ദര്യ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിലെ കരിനഗർ മണ്ഡലത്തിൽ BJPയുടെ സിറ്റിംഗ് MP-യും കേന്ദ്രമന്ത്രിയുമായ വിദ്യാസാഗർ റാവുവിന് വേണ്ടി പ്രചാരണത്തിൽ പോകവെയാണ് അവർ സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെടുന്നതും അവർ മരിക്കുന്നതും. ആ സമയത്ത് വിമാനത്തിൽ അവരെ കൂടാതെ അവരുടെ സഹോദര അമർനാഥ് ഉണ്ടായിരുന്നു. അതുകൂടാതെ മലയാളി കൂടിയ പൈലറ്റ് ഉണ്ടായിരുന്നു. പിന്നെ BJP നേതാവ് രമേശ് കാദമും വിമാനത്തിലുണ്ടായിരുന്നു. ഈ 4 പേരും ഇവരോടൊപ്പം തന്നെ അഗ്നിക്കിരയായി. അതുകൂടാതെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഈ മരണപ്പെടുന്ന ഈ സമയത്ത് അവർ വിവാഹിതയായി ഏകദേശം 1 വർഷം പൂർത്തിയാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർ ഗർഭിണിയാണെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. മറ്റൊരു ദുഃഖിപ്പിക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ അവരുടെ ആ മൃതശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിന്നിച്ചിതറി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവരുടെ ഈ സിനിമാ ജീവിതത്തിലും അവരുടെ കുടുംബപരമായിട്ടും അവർക്ക് നല്ല രീതിയിൽ സ്വത്തുകൾ ഉണ്ടായിരുന്നു. ഏകദേശം 100 കോടിക്ക് മുകളിൽ സ്വത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ ആ സ്വത്തിനെ കുറിച്ച് പിന്നീട് ഒന്നും പറയപ്പെട്ടിരുന്നില്ല. അതിനുശേഷം അവരുടെ മരണശേഷം അവരുടെ കുടുംബത്തിൽ, വലിയ കുടുംബം ആയതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ സംഭവിച്ചിരുന്നു ഈ സ്വത്തിനെ കുറിച്ച്. അതായത് മരണപ്പെട്ട സഹോദരന്റെ ഭാര്യയും ആ സഹോദരന്റെ മകനും
ഇവരുടെ ഈ സ്വത്തില് അവകാശവാദം ഉന്നയിച്ചൊക്കെ രംഗത്ത് വന്നത് ആയിട്ട് ആ സമയത്ത് ചില വാർത്തകളായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കേസ് കോടതിയിൽ എത്തുകയും പിന്നീട് അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിനിടെ മറ്റൊരു വിവാദം കൂടി നടന്നത്, അതായത് ഇവരുടെ പേരിലുള്ള 6 ഏക്കർ ഉള്ള വേറൊരു സ്വത്തും കൂടി ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലിയുള്ള ഒരു വിവാദവും ആ സമയത്ത് ഉണ്ടായിരുന്നു. അതായത് ഹൈദരാബാദിലെ ഷംസാബാദിലാണ് ഈ 6 ഏക്കർ സ്ഥലം അവർക്കുണ്ടായിരുന്നത്. അത് മാതാപിതാക്കളുടെ പേരിലാണ് അവർ ആ സ്ഥലം വാങ്ങിയത്. കോടികളാണ് ആ സമയത്ത് മരിക്കുന്ന സമയത്ത് ആ സ്ഥലത്തിന് മതിപ്പ് വില ഉണ്ടായിരുന്നത്. പക്ഷെ ഈ സ്ഥലം ഇപ്പോൾ ഇവരുടെ മാതാപിതാക്കളുടെ കയ്യിലില്ല. ഇപ്പോൾ ഈ സ്ഥലം ഉള്ളത് തെലുങ്ക് നടൻ മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടായത്. അത് എങ്ങനെ അദ്ദേഹത്തിന് വന്നു ചേർന്നു എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടായത്. മാതാപിതാക്കൾ വിറ്റതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ മോഹൻ ബാബുവിനെതിരെ ആരോപണം വന്നപ്പോഴാണ് ആരാധകരെല്ലാവരും അല്ലെങ്കിൽ അവരുടെ സ്നേഹിക്കുന്നവരെല്ലാം പിന്നോട്ട് സഞ്ചരിച്ചിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ചികഞ്ഞെടുക്കുന്നത്. ഇപ്പൊ മോഹൻ ബാബുവിനെതിരെ ആരോപണം വന്നിട്ടുണ്ട്. അതായത് സാമൂഹ്യ പ്രവർത്തകനായ ഒരു ചിട്ടിമല്ലു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകുന്നത്. ആന്ധ്രയിലെ ഖമ്മം ജില്ലാ പോലീസ് മേധാവിക്കാണ് ഈ സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ചിട്ടിമല്ലു പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നത് വെച്ചാൽ സൗന്ദര്യയുടെ മരണം അപകട മരണമല്ല, കൊലപാതകം എന്നാണെന്നാണ് അതിൽ ആരോപിക്കുന്നത്. അത് നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. അത് പോലീസ് തെളിയിക്കട്ടെ കേസ്. ഈ സംഭവത്തിന്റെ തുടക്കം എന്ന് വെച്ചാൽ സൗന്ദര്യയുടെ ഷംബാദിലെ 6 ഏക്കർ ഭൂമി വിൽക്കാൻ മോഹൻ ബാബു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ സൗന്ദര്യയും സഹോദരനും അതിന് വഴങ്ങിയില്ല. പിന്നീടാണ് സൗന്ദര്യ മരണപ്പെടുന്നത്. സൗന്ദര്യയുടെ മരണശേഷം ഈ സ്ഥലം മോഹൻ ബാബു കരസ്ഥമാക്കിയെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്നാൽ ഇയാളുടെ ഈ പരാതിയിൽ ഇതുവരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതേസമയം മോഹൻ ബാബുവും പരാതിയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനുശേഷം പോലീസ് അന്വേഷിക്കുന്ന വെച്ചാൽ പരാതിക്കാരനെ സൗന്ദര്യവുമായി അല്ലെങ്കിൽ ഈ കേസുമായി എന്താണ് ബന്ധമുള്ളത്, മോഹൻ ബാബുവുമായും ഇയാൾക്കുള്ള ബന്ധം എന്താണെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. അപ്പൊ നിയമോപദേശം നേടിയ ശേഷം മാത്രമേ പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോകുക എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ മോഹൻ ബാബു എന്ന് പറഞ്ഞാൽ നടനാണ്, അദ്ദേഹം നിർമ്മാതാവാണ്, സിനിമാ മേഖലയിൽ ഒരു വ്യക്തമായ സാന്നിധ്യം ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.